ഇന്നത്തെ പുറപ്പാടില് തേജും മിൻഷാട്ടിനും കോട്ടാമുട്ടികളായിട്ടാട്ടോ തുടക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തേജു എല്ലാം തനിയായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണത്, അവന്റെ ക്രീം തേക്കലും പൗഡർ ഇടലും അതൊക്കെ. അതിന്റെ ഇടയിൽ കൂടെ വിൻഷാട്ടൻ വന്നിട്ട് ഇത് പോരാന്നും പറഞ്ഞ് ചെയ്ത് കൊടുത്തു. അതിനാണ് ഈ പിണങ്ങി നിൽക്കുന്നത്. പിന്നെ കൈ കയറ്റി ഇത് ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ഓരോന്നും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിൻഷാട്ടനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവന്റെ മൊത്തം എക്സ്ട്രാ കുറച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തുടച്ച് കളയുന്നുണ്ട് ആള്. അതിനിടയ്ക്ക് വിൻഷാട്ടൻ പിണങ്ങിയപ്പോൾ അതേ പിണക്കം മാറ്റാട്ടോ, കൈയൊക്കെ പിടിച്ച് വലിച്ചിട്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്രാവശ്യം പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്യാം. എന്തായാലും അടിപൊളി സാധനം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പൊ നമ്മൾ ആദ്യം പോണത് വിൻഷാന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പൊ പോണേക്കാൻ മുന്നേ നമ്മൾ അമ്മമ്മയ്ക്ക് കുറച്ച് പാപ്പും കാര്യങ്ങളൊക്കെ പലഹാരം കേട്ടോ. ഇനിയിപ്പോ പാപ്പു എന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കാൻ വരരുതേ. അപ്പോൾ അമ്മമ്മയ്ക്കുള്ള കുറച്ച് പലഹാരവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വിൻഷാന്റെ വീട്ടിൽ പോയിട്ടാ. ഇവിടെ ചെന്നപ്പോ നമ്മുടെ സച്ചു വെക്കേഷൻ റെസ്റ്റിലാട്ടാ. സച്ചു എന്ന് പറയുന്നത് വിൻഷാന്റെ പെങ്ങളുടെ കുട്ടിയാണ്. ആള് ഇതേ കാല് ടൈലിന്റെ അവിടെ എവിടെയോ കോറിയിട്ടുണ്ടല്ലോ, അതെ സ്റ്റിച്ച് ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അവന് ഭയങ്കര ചമ്മല്, നാണക്കേട്. അവന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് അവനെ വിളിച്ച് അന്വേഷിക്കും. അല്ലെങ്കിൽ മലക്ക് പോണ വീഡിയോയിൽ അവനെ കാണിച്ചപ്പോൾ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും നിന്നെ ഫോണിൽ വീഡിയോയിൽ കണ്ടു എന്നും പറഞ്ഞിട്ട് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പറയണത്. അതിനാണ് മുഖത്താ തുണിയിട്ടേക്കണത്. പിന്നെ അമ്മമ്മ ദേ അത് വിൻഷാന്റെ പെങ്ങളാണ്. പിന്നെ അമ്മമ്മ ദേ ഞാൻ അന്ന് പിറന്നാളിന് എടുത്തു കൊടുത്ത മാക്സില് അത് ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അവന്റെ കയ്യിൽ പാപ്പ് കൊടുത്തു, അവനല്ല ചെറുത്. അമ്മമ്മ എന്താ എന്റെ ഈ ഡ്രസ്സുമ്മക്ക് കാര്യമായിട്ട് നോക്കണെന്ന് അറിയോ, ഞാൻ മാക്സ് ഇട്ടിട്ടാ വന്നേക്കണ് ചിട്ടായിട്ട്. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു, ഈ വണ്ടിയുമ്പോ മാക്സ് ഇട്ടിട്ടാണ് ഇതുവരെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. സച്ചു ആണെങ്കിൽ മുഖത്തൊന്നും ഇതേ സംഭവം മാറ്റണില്ല. പിന്നെ ഇതേ അമ്മ പരിപ്പോടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇതേ ഇറങ്ങിയിട്ടാ. ആണത് അവരോട് ടാറ്റ പറയാണ്. അപ്പൊ തേജുവിനോട് എല്ലാവരും ഉമ്മ ചോദിക്കട്ടെ, ഉമ്മ തന്നു പോടാ പറയുമ്പോൾ ആർക്കും കൊടുക്കണില്ല. ഈ ഒരു കാര്യം മാത്രം നമ്മുടെ തേജ് കൊടുക്കില്ല കേട്ടോ, ആർക്കും കൊടുക്കില്ല. എനിക്ക് തരൂട്ടോ എൻ്റെ കുട്ടി, പക്ഷെ വേറെ ആർക്കും ഉമ്മ കൊടുക്കില്ലല്ലേ, കൊടുക്കാൻ ഭയങ്കര നാണക്കേടാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ടാറ്റ പറഞ്ഞിട്ട് നേരെ പട്ടാമ്പിക്കായിട്ട് പോയത്. അപ്പോൾ ഇതേ ഡെർബിന്നല്ലേ ആ പടം കാണാനായിട്ട് പോയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ കുറച്ച് പാപ്പും കാര്യങ്ങളൊക്കെ വേറെ നമ്മുടെ തേജുവിന് വാങ്ങിയിട്ട് ഇവിടുന്ന് നമ്മളിത് ഈ ഒരു റോള് വാങ്ങാറുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ പടത്തിന് കയറിയിട്ടാ. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനെ ചെറുപ്പം പിള്ളേരുടെ ഇങ്ങനത്തെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജുവിന് അതേട്ടോ ഭയങ്കര കാര്യമാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ. എന്തായാലും 2K കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടമായിട്ടോ, അത്യാവശ്യം ചിരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ തേജുവിന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, തേജുവിന് ഭയങ്കര ഇഷ്ടമായിക്കണു, കടകടാന്നുള്ള ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്റർവെല്ലായപ്പോൾ ഐസ്ക്രീമൊക്കെ എക്സ്ട്രാ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാട്ടെ പിന്നെ പോയത്. ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.